ഹായ് ഫ്രണ്ട്സ്, എൻ്റെ ഒരു പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഇപ്പോൾ എൻ്റെ വീട്ടിലെ അഭ്യുമരങ്ങളെല്ലാം പൂത്തു തുടങ്ങി. രണ്ടാം ഘട്ടം ഈ വർഷത്തെ ജൂൺ ജൂലൈ മാസം കഴിഞ്ഞിട്ട് ജൂലൈയിൽ അവസാനമൊക്കെ ആകുമ്പോൾ പൂത്തു തുടങ്ങുന്നത്. എൻ്റെ എല്ലാത്തിനും ഫ്ലവർ ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. എല്ലാം നല്ല സെറ്റായിട്ടുണ്ട്. ഈ സൈഡിലൊരു ഒരു 6-7 മരം വെച്ചിട്ടുണ്ട്. പിന്നെ പുറവശത്ത് നമുക്ക് വലിയ 2-3 മരങ്ങളുണ്ട്. നമ്മളതിനിപ്പം പൂത്ത് കഴിഞ്ഞാൽ ഈ ഫംഗിസൈഡ് അടിക്കുന്നതെന്ന് വെച്ചാൽ ഈ ചെറിയ ചെറിയ അണുക്കളുടെയും മറ്റു കീടങ്ങളൊക്കെ ഈ പൂക്കൾ പൊഴിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതായത് പൂക്കൾ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതിൽ നിന്നൊക്കെ നമുക്ക് പ്രതിരോധം കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ സാഫ് എന്ന് പറഞ്ഞ ഫംഗിസൈഡാണ് ഉപയോഗിക്കുന്നത്. സാഫ് ഒരു നല്ല ഫംഗിസൈഡാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ അടിച്ചപ്പം തന്നെ നല്ല രീതിയിൽ ഫ്ലവറിങ് നല്ല ക്ലിയറായി വരികയും ചെയ്തു, നല്ല കായകൾ ഉണ്ടാവുകയും ചെയ്തു. അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടായിരുന്നു, എൻ്റെ ഫ്രൂട്ട്സിൻ്റെ വീഡിയോ ഞാൻ ഇട്ടായിരുന്നു. ഇത് സാഫാണ്. ഇത് നല്ലൊരു ഫംഗിസൈഡാണ്. നമുക്ക് എല്ലാവിധ ഫ്രൂട്ട്സ് ഇനത്തിനും പച്ചക്കറി ഇനത്തിനും ഫ്ലവർ പൊഴിഞ്ഞു പോകാതിരിക്കാനും കായ്കൾക്ക് നാശം ഉണ്ടാകാതിരിക്കാനും മറ്റ് ഫംഗിസൈഡൊന്നും ബാധിക്കാതിരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനമാണ് സാഫ്. ഇതെല്ലാവരും ഉപയോഗിക്കുന്ന നല്ലൊരു ഐറ്റമാണ്. നമ്മുടെ 1 ലിറ്റർ വെള്ളത്തിൽ ഒരു 3 ഗ്രാം സാഫാണ് ഉപയോഗിക്കുന്നത്. അങ്ങനെ നമ്മൾ എത്ര ലിറ്റർ അനുസരിച്ച് ഇൻക്രീസ് ചെയ്ത് ഉപയോഗിക്കുക. 1 ലിറ്റർ വെള്ളത്തിൽ 3 ഗ്രാം സാഫ് ഉപയോഗിച്ചിട്ട് അത് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. ഒരു നല്ലൊരു ഫംഗിസൈഡാണ് ഇത് സാഫ്. ഞാൻ ഇത് ഉപയോഗിക്കാൻ വേണ്ടി പോവാണ്. അതിന് മുമ്പ് നമ്മുടെ ഫ്ലവറിങ് ഒന്ന് കാണിച്ചു തരാം. ഇതേ പൊഴിച്ചത് ഫ്ലവർ ഞാൻ കാണിച്ചു തരാം. മൊത്തം ഈ അബ്യൂ ട്രീയിലായിട്ടുള്ള ഫ്ലവറേ കണ്ട് ഇത് നല്ല രീതിയിൽ ഫ്ലവർ ആയിട്ടുണ്ട്. ഇങ്ങനെ പൂത്തിട്ടുണ്ട് കണ്ടോ. എല്ലാ മരങ്ങളും നിറച്ച് പൂത്തിട്ടുണ്ട്. ഇത് നമ്മൾ പൊഴിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്, സാഫ് ഉപയോഗിക്കുന്നത്. ഇതും കറക്റ്റായിട്ട് ഫംഗിസൈഡ് പിടിച്ച് കഴിഞ്ഞാൽ പൂക്കളെല്ലാം പൊഴിഞ്ഞു പോവുകയും ചെയ്യും. പിന്നെ കായകളായി കഴിഞ്ഞാൽ അത് കറുത്ത് ഇച്ചിരി വലിപ്പമാകുമ്പോൾ തന്നെ കറുത്ത് പൊഴിഞ്ഞു പോകും. അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് സാഫ് ഉപയോഗിക്കുന്നത്. ആദ്യം നമ്മൾ പൂത്ത് കായുമ്പോൾ ഉപയോഗിക്കുക, കായ പിടിച്ച് കഴിഞ്ഞിട്ട് ഒന്നുകൂടെ ഒരു സാഫ് ഉപയോഗിക്കുക. അത് നല്ല രീതിയിൽ നമുക്ക് പ്രയോജനം ചെയ്യും. ഇത് നല്ലൊരു കാണിച്ചു തരാം. ഇതിന് നല്ലപോലെ ഫ്ലവറിങ് ആയിട്ടുണ്ട്. ഇതെല്ലാം നല്ല ഫ്ലവറിങ് ആയിട്ടുണ്ട്. ഇതിന് പൂ പൊഴിഞ്ഞു പോകാതിരിക്കാനും ഒക്കെയാണ് നമ്മൾ സാഫ് ഉപയോഗിക്കുന്നത്. എല്ലാ മരങ്ങളിലും നമ്മൾ ഫ്ലവറിങ് ആയിട്ടുണ്ട്. നല്ല രീതിയിൽ ഫ്ലവർ ആയിട്ടുണ്ട്. ആ മരങ്ങളെല്ലാം നമ്മൾ അടുപ്പിച്ചടുപ്പിച്ച് നിൽക്കുന്നത്, അതിലെല്ലാം ഫ്ലവറിങ് ആയിട്ടുണ്ട്. അവിടെയുണ്ട്. ഇതിനെല്ലാം നമ്മൾ ഇനി ഫംഗിസൈഡ് അടിക്കാനുള്ള പരിപാടിയാണ് നോക്കുന്നത്. സാഫ് അടിച്ച് കഴിഞ്ഞിട്ട് കഴിഞ്ഞാൽ ഈ ഫ്ലവറിങ്ങും അധികം പൊഴിഞ്ഞു പോകാതിരിക്കും. അത്രയേ ഉള്ളൂ. അധികം പൊഴിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയാണ് സാഫ് അടിക്കുന്നത്. അങ്ങനെ നമ്മൾ സാഫ് 5 ലിറ്റർ വെള്ളം എടുത്തത്. 5 ലിറ്റർ വെള്ളത്തിനകത്ത് അതിൻ്റെ സാഫ് ഇട്ടിട്ട് നമ്മൾ നല്ല മിക്സ് ചെയ്തിട്ട് സ്പ്രേ ചെയ്തിട്ട് അടിക്കാനുള്ള പരിപാടി. നമ്മൾ ഓരോ മഴത്തേലും ഓരോ ട്രീയിലും നമ്മൾ അടിക്കാനാണ്. ഇത് കറക്റ്റായിട്ട് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഫംഗസ് ഉണ്ടാകത്തില്ല. അല്ലെ ഫംഗസ് ഭയങ്കര പ്രശ്നമാണ്. ഈ അബിയൂനൊക്കെ ഉള്ള ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ ഫംഗിസൈഡ് വാങ്ങിച്ചു കഴിഞ്ഞാൽ പൂവെല്ലാം പൊഴിഞ്ഞു പോകും. പിന്നെ അതിലൊന്നും ഉണ്ടാകത്തില്ല. അതിനകത്ത് നിറച്ച് പൂവായിട്ടുണ്ട്. നമ്മളെല്ലാം ഒന്ന് അടിച്ച് സെറ്റായി കൊടുത്തു കഴിഞ്ഞാൽ ഇന്നത്തെ പൂവുണ്ടോ, നല്ലപോലെ ഫ്ലവറിങ് ആയിട്ടുണ്ട്. കണ്ടോ, നല്ലപോലെ ഫ്ലവറിങ് ആയിട്ടുണ്ട്. ഇത് എല്ലാം പൊഴിഞ്ഞു അല്ലേ നമ്മളിത് അടിച്ചില്ലെങ്കിൽ. ഇത് അതുപോലെ ഫംഗിസൈഡാണ്. നമ്മുടെ ഈ മഴയായതുകൊണ്ട് അത് വലുതായിട്ട് കൂടില്ല. മഴയായതുകൊണ്ട് ഫംഗിസൈഡ് കൂടാനുള്ള സാധ്യത കൂടില്ല. നമ്മളെല്ലാം ഫ്ലവറിങ് ആയിട്ടുള്ള എല്ലാത്തിലും അടിച്ചു കൊടുക്കുക. പിന്നെ താഴെ കിടക്കുന്ന ഇതിലും കൂടെ അടിച്ചു കൊടുക്കുക. താഴെ നിന്ന് ഫംഗിസൈഡൊന്നും കയറത്തില്ല പെട്ടെന്ന്. എല്ലാ സ്റ്റിക്കിലും അടിച്ചു കൊടുക്കുക. അബിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ കായ ഉണ്ടാകുമ്പോഴും ഈ പൂ കഴിഞ്ഞിട്ട് ചെറിയ ചെറിയ കായ ആകുമ്പോഴും അടിച്ചു കൊടുക്കണം. ഫംഗിസൈഡ് അബിയുവിനെ പെട്ടെന്ന് ബാധിക്കുന്ന ഒരു രോഗമാണ്. ആദ്യത്തെ പ്രാവശ്യം എനിക്ക് നല്ല രീതിയിൽ പണി കിട്ടി. അത് ഞാനിത് അടിച്ചു കൊടുക്കാത്തതുണ്ട്. പിന്നെ അടിച്ചു കഴിഞ്ഞപ്പോഴാണ് കറക്റ്റായിട്ട് സെറ്റായത്. മഴയായാലും നമ്മൾ അടിച്ചു കൊടുക്കുക, ഉള്ളത് കിട്ടട്ടെ. മഴയുണ്ട്, ഫംഗിസൈഡ് അടിച്ചില്ലെങ്കിൽ ഭയങ്കര മഴ ബാധിക്കും. നമ്മളിനി ബാക്കി എല്ലാം മൂടിനും അടിക്കണം. ഇത്
ഏത് പൂക്കുന്ന സസ്യത്തിനും പച്ചക്കറിക്കും ഫംഗിസൈഡ് നല്ല. ഫ്ലവർ പൊഴിഞ്ഞു പോകാതിരിക്കാനും കൂടുതൽ അണുബാധ ഉണ്ടാകുമ്പോഴാണല്ലോ ഫ്ലവറെല്ലാം പൊഴിഞ്ഞു പോകുന്നത്. അതുകൊണ്ട് അണുബാധ ഉണ്ടാകാതിരിക്കാൻ ഏറ്റവും നല്ലത് ഫംഗിസൈഡ് അടിക്കാമെന്ന് മാത്രമേ ഉള്ളൂ, വേറെ ഒരു വഴിയില്ല. ഈ സാഫല്ല, വേറെ പല ടൈപ്പ് ഫംഗിസൈഡുകളുണ്ട്. ഞാൻ ഉപയോഗിക്കുന്ന സാഫാണ്. എനിക്ക് ഉപയോഗിച്ച് നോക്കിയതിൽ ഏറ്റവും ബെറ്റർ ആയിട്ട് കണ്ടിട്ടുള്ള സാഫാണ്. അതുകൊണ്ടാണ് സാഫ് ഉപയോഗിക്കുന്നത്. ഒത്തിരി ടൈപ്പ് ഫംഗിസൈഡ് ഉണ്ട്. എല്ലാ മരത്തേലും അടിച്ചു കൊടുക്കണം. ഇതെല്ലാം നല്ലപോലെ ഫ്ലവറിങ് ഉണ്ട്, നല്ലപോലെ കായുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം നല്ല രീതിയിൽ കായുണ്ടായി ഇതിലൊക്കെ. ഇപ്രാവശ്യം നമ്മൾ അഡ്വാൻസ് ആയിട്ട് അതുകൊണ്ട് അടിച്ചു കൊടുക്കുക. എല്ലാം അടിച്ച് നമ്മൾ റെഡിയാക്കും. എൻ്റെ പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും കാണാം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ കൃഷി രീതികളും കൃഷി ഉപയോഗിക്കുന്ന വളങ്ങളും അതിൻ്റെ പരിചരണവും മറ്റുള്ള കാര്യങ്ങളുമായി വീഡിയോ വീണ്ടും വിപുലപ്പെടുത്തി വീണ്ടും പുതിയ കാര്യങ്ങളുമായി ഞാൻ വരുന്നതാണ്. എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.